ഇന്ന് ഒരുപാട് കപ്പിൾസ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ശേഷം നമുക്ക് എപ്പോഴാണ് IPL ഉപയോഗിക്കേണ്ടത്, IPL ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. തീർച്ചയായും പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡായി നടക്കേണ്ട ഒരു കാര്യമാണ്, അതല്ലാണ്ട് ആക്സിഡൻ്റലി നടക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ലൈംഗിക ബന്ധത്തിന് മുന്നേ തന്നെ ശക്തമായിട്ടൊരു പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്കത് പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും IPL നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. IPL എന്നത് ഏതൊരു മെഡിക്കൽ ഷോപ്പിലും ഡയറക്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗുളികയാണ്. പ്രിസ്ക്രിപ്ഷൻ പോലും ആവശ്യമില്ലാത്തൊരു ഗുളികയാണ്. ഇത് സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിന് ശേഷം 72 മണിക്കൂറിനകത്ത് എടുക്കണം. എന്നാൽ ഇത് ശാരീരിക ബന്ധത്തിന് ശേഷം എത്ര പെട്ടെന്ന് എടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല റിസൾട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ എടുക്കുന്നതിൽ ഡിലേ എത്ര കണ്ട് വരുന്നോ അത്രയും കണ്ട് ഇതിന് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. 72 മണിക്കൂറിന് ശേഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി IPL എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ആ പ്രഗ്നൻസിയിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിതരാണെന്നല്ല അർത്ഥം. IPLന് അതിൻ്റെതായിട്ടുള്ള ഫെയിലിയർ റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പീരിയഡ്സ് ആവാൻ ലേറ്റ് ആവുകയാണ്, ഒരാഴ്ചയായിട്ടും അടുത്ത പീരിയഡ്സ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും IPL എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് പൂർണ്ണമായി ഉറപ്പിക്കാതിരിക്കുക. തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.